തൃശൂരിൽ സുരേഷ് ഗോപി ദത്തെടുത്ത അവണിശ്ശേരി പഞ്ചായത്തിൽ UDF-ന് വിജയം. നറുക്കെടുപ്പിലൂടെയാണ് വിജയം. 10 വർഷത്തിന് ശേഷമാണ് ജയം. സൂരജ് സജി തൃശൂരിൽ. സൂരജ്, കഴിഞ്ഞ 5 വർഷം ആരായിരുന്നു ആ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്? ഈ നറുക്കെടുപ്പിലേക്ക് എത്തിയത് എങ്ങനെ? കക്ഷിനില എങ്ങനെ? സുഹൈൽ, കഴിഞ്ഞ 10 വർഷമായി BJP ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഈ അവണിശ്ശേരി പഞ്ചായത്ത്. സുരേഷ് ഗോപി അടക്കം ദത്തെടുത്ത് പല വികസന പദ്ധതികൾ അടക്കം നടപ്പാക്കിയ ഇടം. അവരുടെ ഒരു മോഡൽ പഞ്ചായത്തായാണ് പലപ്പോഴും ഇവർ ഇത് അവതരിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇവർ വലിയ പ്രതീക്ഷ ഈ ഡിവിഷനിൽ, അതായത് ഈ പഞ്ചായത്തിൽ വച്ചു പുലർത്തിയിരുന്നത്. തുടർഭരണമായിരുന്നു ഇവർ ഇവിടെ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഈ സീറ്റ് നിലയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ UDF-ഉം അതോടൊപ്പം തന്നെ BJP-യും തുല്യ നിലയിൽ എത്തുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഇവർക്ക് ഈ ആവണിശ്ശേരിയിൽ ഈ പഞ്ചായത്ത് ഭരണം നഷ്ടമായിരിക്കുന്നത്. എന്തായാലും BJP-യെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പാർലം പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ BJP-ക്കായത് അവരുടെ ഒരു നേട്ടമായി മാറുന്നുമുണ്ട്. സുരജ്, ഒരു പഞ്ചായത്തിലെ വിവരങ്ങൾ കൂടി തേടേണ്ടിയിരിക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിൽ, തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ BJP-യുമായി കൈകോർത്ത് കോൺഗ്രസിന്റെ രാജി നാടകം. കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് വിമതിയായി ജയിച്ച ടെസിയെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തത്. സൂരജ് സജി തൃശൂർ ചെയ്യുന്നു. സൂരജ്, LDF-നെ മാറ്റി നിർത്താനാണോ BJP-യുമായി കൈകോർക്കാൻ ഒരു രാജി നാടകം, രാജി സ്ട്രാറ്റജി? സുഹൈൽ, കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നടത്തിയ സഖ്യ നീക്കമാണ് ഇപ്പോൾ ഈ മറ്റത്തൂരിൽ ഉണ്ടായിരിക്കുന്ന എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. DCC അടക്കം ഈ സംഭവത്തിൽ ഒരു ഞെട്ടിത്തെറിയിലാണുള്ളത്. അവർ തന്നെ ഞെട്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായെന്ന് DCC തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് അടക്കം DCC കടന്നിരിക്കുന്നു. മറ്റത്തൂരിൽ സംഭവിച്ചത് കോൺഗ്രസിന് 8 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അതുകൂടാതെ 2 വിമതരും കോൺഗ്രസിന്റെ ജയിച്ചു. ഈ കോൺഗ്രസിന്റെ ഒരു വിമതയെ കൂടി ചേർത്തുകൊണ്ട് 9 അംഗങ്ങൾ, അതോടൊപ്പം തന്നെ BJP-യുടെ 4 അംഗങ്ങളെയും ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു സഖ്യമാണ് മറ്റത്തൂരിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ വിമതയായി ജയിച്ച ടെസി പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിക്കുകയും ഈ വിമത സ്ഥാനാർത്ഥിക്ക് ഇരുവരും, അതായത് കോൺഗ്രസിന്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ BJP-യുടെ അംഗങ്ങളും പിന്തുണ കൊടുക്കുകയായിരുന്നു. പക്ഷെ അതിൽ ഒരു വോട്ട് അസാധുവായി. അതേ തുടർന്ന് ഈ 12 വോട്ട് എന്ന നിലയിലേക്ക് എത്തുകയും LDF-ന് 11 വോട്ട് ലഭിക്കുകയും ചെയ്തു. LDF-നെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്വതന്ത്രന്റെ, അതായത് ഒരു കോൺഗ്രസ് വിമതന്റെ പിന്തുണ കൂടി ലഭിച്ചു. അങ്ങനെയാണ് അവർക്ക് 11ലേക്ക് അവർ എത്തുന്നത്. പക്ഷേ ഈ UDF BJP സഖ്യം അവർ 12 വോട്ടിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഇവർ അധികാരം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഈ പഞ്ചായത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാൾ വിട്ട് അംഗങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അട്ടിമറിയെ തുടർന്ന് വലിയ സുരക്ഷാ സന്നാഹം അടക്കം പോലീസ് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.